ഇതാണ് നമ്മളെ കട. ഒരു യൂറോപ്പിലെ ഇത് തട്ടിക്കൂട്ടി ചായപ്പീടിയെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ കൂട്ടിക്കോളി നാട്ടിൽ. അപ്പോൾ നമ്മൾ കുറേ എന്താ പറയുക, കുറേ ആയി ചാനൽ ഇതൊക്കെ വരാൻ ഭയങ്കര തിരക്കേനു. മോളതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന് ഓള് പോയി. ഇതിലിങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇത് എങ്ങോട്ടാ നോക്കണ്ടതെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. വണ്ടി ഓട്ടണുണ്ട്. അപ്പോൾ അത് നോക്കണ്ട, ഞാൻ അതിങ്ങനെ പറയാണ്, നടക്കണ കാര്യം പറയാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ചായിപ്പോൾ ചാനലിലും യൂട്യൂബിലും ഒക്കെ വന്നിട്ട് നേരല്ലേനു. ഭയങ്കര പണിയും തിരക്കും ഒഴിവില്ലാത്ത പരിപാടികളായിരുന്നു. അതിൻ്റെ ഇടയിൽ കുട്ടി ഇവിടെ വന്ന് പോയി. പിന്നെ ഇപ്പോൾ നാട്ടിൽ തന്നെ തിരിച്ചെത്തി. അതൊക്കെ ഇപ്പോൾ പറ്റണതൊക്കെ യൂട്യൂബിലൊക്കെയാണ് കിട്ടിനു. അപ്പം ഈ വീഡിയോ ചേരാൻ കാരണം ഓരോ സാധനങ്ങളാണല്ലോ. അപ്പം എൻ്റെ വീഡിയോസ് മുഴുവൻ ഞാൻ എൻ്റെ ലൈഫിൽ വന്ന ട്രെയിനിങ്ങുകളും ഞാൻ പോയ കാര്യങ്ങളും മാത്രം തന്നെ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ടൊന്നും വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നമ്മളെ തന്നെയാണ് കാര്യങ്ങൾ. എന്താണിത്, ലൈഫ് വ്ളോഗോ എന്താ ഇതിന് പറയാം, ഡെയിലി ലൈഫോ? അപ്പോൾ നമ്മളിപ്പോൾ ഇയർലി ലൈഫോ അല്ലെങ്കിൽ മന്ത്ലി ലൈഫൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി ലൈഫൊക്കെ നമുക്ക് പറ്റുകയാണെങ്കിൽ വരാം. ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ 8:10 രാവിലെ, ബുധനാഴ്ചയാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു കട എടുത്തിട്ടുണ്ട്, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് വാങ്ങാനും പറ്റുന്ന ഒരു കടയാണ്. അങ്ങനത്തെ ഒരു കട നമ്മൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അവിടേക്ക് വർക്കിന് പോവാണ്. അപ്പോൾ റെയ്നാം, ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് റെയ്നാം എന്നാണ്. അവിടുന്ന് നമ്മൾ റോംഫോർഡ്ക്ക് പോണ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള കാടിക്കടന്ന് പോകാൻ പറ്റുന്ന റൂട്ടാണിത്. റോംഫോർഡൊക്കെ നമ്മൾ പോയി. റോംഫോർഡാണ് നമ്മളെ കട. അത് ഒരു കഫേയാണ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ബ്രഞ്ച്. അവിടെ ഡിന്നറിനും പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ചിക്കൻ സ്ട്രിപ്സ്, ബർഗർ, അങ്ങനെ എല്ലാം ഉള്ള ഒരു കഫേ സെറ്റപ്പിൽ ഒരു ടേക്ക് അവേ കടയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഇപ്പോൾ വന്നിട്ട് പോകുന്നതൊക്കെ അവിടെ അടുത്തൊക്കെ തന്നെയുള്ള കസ്റ്റമേഴ്സാണ്. നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഓലൊക്കെ ആയിട്ട് അങ്ങനെ തട്ടിക്കൂട്ടി പോകുന്നുണ്ട് അവിടെ. അപ്പോൾ ആ കടയാണ്, അവിടേക്ക് പോവാണ് ഇപ്പോൾ നമ്മൾ. ഇപ്പോൾ ഞാനിവിടെ വണ്ടീൻ്റെ ഉള്ളിലെടുക്കുന്ന വീഡിയോയും എൻ്റെ കാറിൽ ഉള്ള ഡാഷ് ക്യാമിൽ അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കൂടി ആയിരിക്കും തട്ടിക്കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെയാ In a quarter of a mile, at the roundabout, take the first exit onto Crow Lane. നല്ല ശ്രദ്ധിക്കണം, കാരണം ഇവിടെ അങ്ങനെയാണ്. റോഡിൽ ചെറിയ റോഡുകളാണ്, വീതിയുള്ള റോഡുകളല്ല. നമ്മൾ സൗദി അറേബ്യയിലൊക്കെ കണ്ട് അങ്ങനത്തെ വലിയ റോഡല്ല, ചെറിയ റോഡാണ്. അതിൻ്റെ സൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ നല്ല ഫൈൻ വരും. അവിടെ ഇവിടെയൊക്കെ പിന്നെ ബോക്സ് ജംഗ്ഷന് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടാവും. അതിൽ കൊണ്ടുപോയി നിർത്തിയാൽ 80 രൂപ ഒക്കെ ഫൈൻ കിട്ടും. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കാൻ. അപ്പോൾ എന്താ പറഞ്ഞത്, അങ്ങനെ നമ്മൾ പോവാണ്. ഇന്ന് ഞാൻ ഒറ്റക്കുള്ളൂ. ഓള് നൈറ്റിൽ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓള് കടയിൽ നിന്ന് വന്ന് കിടന്നുറങ്ങണം. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകണം. ഇന്നലെ ഞാൻ ഓളും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ രണ്ടാളും കൂടിയൊക്കെ അവിടെ നിൽക്കും. 2 ദിവസം ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോണ കട. ഞാനും എടുക്കുന്നുണ്ട്. നമ്മളെ കട ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ തുറക്കണുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ വർക്ക് എടുത്തുകൊണ്ടൊക്കെയാണ് ഇതിനങ്ങനെ കൈകാര്യം ചെയ്ത് പോണത്. അപ്പോൾ നല്ല തിരക്കാണ്. എന്നാലും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കടയിൽ നമ്മൾ തിരക്കില്ലാത്ത സമയത്തും കസ്റ്റമർ ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് നമ്മളേതായിട്ടുള്ള രീതിക്കുള്ള നമ്മളെ പണിയെടുക്കാൻ പറ്റും. വീഡിയോ ആണെങ്കിലും എന്താണെങ്കിലും പറ്റും. നാട്ടിലേക്ക് വിളിക്കാനാണെങ്കിൽ വരെ പറ്റും. അതിനൊന്നും പറ്റൂല, നേരം കിട്ടൂല. കാരണം കറക്റ്റ് നീച്ചാൽ നമ്മൾ ആ വർക്കിന് ഓടുക, അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ തിരക്കില്ലാത്ത സമയത്തേക്ക് നമ്മളെ കാര്യങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി കുറച്ചൊക്കെ നമുക്ക് ചാനൽ ഉസാറായിട്ട് വരാമെന്നാണ് ഇപ്പോൾ ഈ പറയുന്നത്. പെണ്ണിൻ്റെ ഉണ്ട് കുറേ വീഡിയോസ് നമ്മൾ എടുത്ത് വെച്ചത്. പണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നാട്ടിലേക്ക് ഈ പറഞ്ഞമാർക്ക് മദാമനായിട്ട് വന്നേനല്ലോ. അപ്പോൾ ആ മദാമ ആരാന്നോ, ആ മദാമിനായിട്ട് നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്തത്, ഇതൊക്കെ നമ്മളെ കയ്യിൽ വീഡിയോ ഉണ്ട്.
അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് അഭിപ്രായം പറയും. പരിപാടി ഉഷാറാക്കണം എന്നുണ്ടെങ്കിൽ ഉഷാറാക്കാം. ഇവിടെ ഉള്ള ഇപ്പം എനിക്കിപ്പോൾ ഒരു 2.5 കൊല്ലം 3 കൊല്ലം ആവണ എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ലൈസൻസ് എടുത്തു, ഇപ്പം നമ്മളൊരു കട നടത്താനെടുത്തു. ഇതൊക്കെ വെച്ചിട്ടുള്ള 2.5 കൊല്ലം 3 കൊല്ലത്തെ ഇവിടുത്തെ എക്സ്പീരിയൻസ്, റിയൽ എക്സ്പീരിയൻസ്, അത് പറയാൻ താല്പര്യമുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അതിനൊരു വാല്യൂ ആണോ. നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സെറ്റപ്പ് ആക്കി തരും. അപ്പോൾ ഒരു വാല്യൂ വന്നാൽ ഞാൻ അതിനെ കറക്റ്റ് നൈസായിട്ടൊരു കഥ മാറി പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കാണില്ലേ ഇതേമാതിരിക്ക് ചിലപ്പോൾ കൂടുതലും ഞാനായിരിക്കില്ല, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വീഡിയോ സെറ്റപ്പ് ആക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമ്മളെ വണ്ടി ഇലക്കിൻ്റെ 2016 മോഡൽ സുസുക്കി സ്വിഫ്റ്റ് ആണ്. മാരുതി ഇല്ല, ഇവിടെ സുസുക്കി മാത്രമാണ്, ജാപ്പനീസ് കമ്പനി മാത്രമാണ്. നാട്ടിൽ മാരുതിനായിട്ട് കൂടിയിട്ടാണ്. അപ്പോൾ സൗദിയിലൊക്കെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ് 2016. കുഴപ്പമില്ല, മൈലേജ് ഉണ്ട്, അതാണ് മെയിൻ. അപ്പോൾ അങ്ങനെ ഒരു നാട്ടിലെ വിലയൊക്കെ ഈ വണ്ടിക്കുള്ളൂ. ഇവിടെ വണ്ടിക്കല്ല വില, വണ്ടിയിലാറ് വില ഇൻഷുറൻസിനാണ്. വണ്ടി വിലയൊക്കെ നമുക്ക് താങ്ങാൻ പറ്റും, ഇൻഷുറൻസിൻ്റെ പൈസ ഭയങ്കര പൈസയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതാണ് നമ്മൾ വണ്ടി. ആ വണ്ടിയിൽ നിന്നുള്ള ഡാഷ് ക്യാമിലുള്ള വീഡിയോസും എൻ്റെ വണ്ടിൻ്റെ ഉള്ളിൽ ഈ ക്യാമറയിൽ വെച്ച വീഡിയോസുമാണ് ഇപ്പോൾ ഒക്കെ അവിടെ കൂട്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുക. പക്ഷെ അത് നോക്കാം നമ്മൾ ശരിയാകുമോ എന്നുള്ളത്. അപ്പോൾ കടയിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ പൊക്കം കൂടി ഉണ്ടാവുള്ളൂ നമുക്ക് കടയിലേക്ക്. ഇല്ലല്ല 5 മിനിറ്റ് കൂടും, 5-3 മിനിറ്റ് ഉണ്ട് ഇവിടെ എത്താനായി. അപ്പോൾ കടൻ്റെ ഏരിയയൊക്കെ ഒന്ന് കണ്ടോളൂ നിങ്ങൾ. അവിടെ നമുക്ക് കുറച്ച് ഫുഡ് തന്നെ നമ്മളതായിട്ടുള്ള രീതിക്ക്. ഞാൻ കുക്ക് ചെയ്യുക വെച്ചാൽ നമ്മളെ കുട്ടിക്ക് ഞാൻ കുക്ക് ചെയ്യലുണ്ട്, അതേപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യലുണ്ട്. പിന്നെ ഞങ്ങൾ ചങ്ങായിമാരൊക്കെ കൂടുന്ന സമയത്ത് നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് കുക്കിൻ്റെ ഒക്കെ ഒരു കുക്കാണ് ഞാൻ. താല്പര്യമാണ് കുക്ക് ചെയ്യാൻ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിന് നമുക്ക് നമ്മളെ വാല്യൂ കിട്ടുന്ന പൈസ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈ ക്യാമറയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടണൊക്കെ ഉണ്ട് കേട്ടോ. ഇത് റോഡ് അത്ര നല്ല റോഡൊന്നും അല്ല, നമ്മൾ റോഡിന് കുറ്റം പറയല്ല, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ മഴ ഉണ്ടാവുകൊണ്ടൊക്കെ തന്നെ ഫോട്ടോകൾ അടച്ചത്, അത് അടച്ചതിൻ്റെത്, അതിൻ്റെ ഇടയിൽ ഇതേമാതിരിക്ക് സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ടാവും. 20 സ്പീഡിലൊക്കെ കയറും. ഇവിടെ ഇപ്പോൾ 30-20 പാർക്കഡ് കാറ്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ആയാലും 30. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് 30 പോകാം. ഇനി അവിടെ ബാക്കിൽ എവിടെയെങ്കിലും 20 എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 30 പോയാൽ ഇവിടെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഫൈനും കിട്ടും. ഏതായാലും നമ്മളൊരു 25 പിടിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. 2.5 കൊല്ലം കൊണ്ട് നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. കുറച്ച് നല്ല തിരക്കുപിടിച്ച സമയങ്ങളാണ്. എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യാം, എന്തൊക്കെ നമ്മൾ ചെയ്തത് സർവൈവ് ചെയ്യാൻ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പറയാം. കുഴപ്പമില്ല. നിങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോളൂ. ഇനി അതല്ല ഇവിടേക്ക് വരാനൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള അവസ്ഥ പറഞ്ഞുതരാം. ശരിക്കുള്ള അവസ്ഥ പറഞ്ഞാൽ ഞാനൊരു ഫാക്ടറിയിൽ, പിന്നെ ഫാക്ടറി അല്ല, റീസൈക്ലിംഗ് കമ്പനിയിൽ, നമ്മളിവിടെ ഉള്ള വീടുകളിലുള്ള വേസ്റ്റ് റീസൈക്കിൾ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ 6 മാസം വർക്ക് ചെയ്തിരിക്കുന്നത്. ബൈ വാട്ടേഴ്സ് പറഞ്ഞൊരു കമ്പനിയിൽ, അതൊരു ഏജൻസി സ്റ്റാഫായിട്ട്. അത് കഴിഞ്ഞ് ഒരു ഏജൻസി സ്റ്റാഫായിട്ട് ഒരു കിച്ചൺ സൈഡിലൊക്കെ വർക്ക് ചെയ്ത്, പിന്നെ ഞാൻ എൻ്റെ കടയിൽ കയറി. ഇപ്പോൾ ഞാൻ അവിടെ ഗ്രിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യണേ, അല്ലെങ്കിൽ അവിടെ ഒരു സെക്കൻഡ് ഷെഫായിട്ട് പ്രൊമോഷനൊക്കെ കിട്ടി എനിക്ക് പോകാനൊക്കെ ചാൻസ് ഒക്കെ ഉള്ള ഒരു കണ്ടീഷനൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ ഞാൻ ഗ്രിൽ ഷെഫാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാണ് നമ്മളെ കടയിൽ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. അതേപോലെ നമ്മളെ കടയാണ് ഈ കാണുന്ന ഈ ബിഗ് ബോയ്സ് കഫേ എന്ന് കാണുന്ന കട. ഇതാണ് നമ്മളെ കട, ഇതാണ് നമ്മളെ ഏരിയ. പിന്നെ പാർക്കിംഗ് ഒക്കെ കുറച്ച് പ്രശ്നമാണ്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ രാവിലത്തെ സമയമല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. ഇവിടെയൊക്കെ വർക്ക്ഷോപ്പ് ഏരിയകളാണ്. ഇപ്പോൾ 8-8:30 ആകാനായിട്ടും ഇവിടെ 8 മണിക്ക് തുറക്കേണ്ടതാണ്. നമ്മൾ ആൾക്കാരൊക്കെ ഇവിടെ തുറക്കുക ഒരു 8-9 മണിയാകുമ്പോഴൊക്കെ തുറക്കുള്ളൂ. വർക്ക്ഷോപ്പുകളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കട. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ഈ കടമ ഒരു പ്രതീക്ഷ ഉള്ളത്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നമ്മളതായിട്ടുള്ളൊരു മെനു ഓണാക്കിയാൽ 10 ആൾ വന്നാൽ ഇരിക്കാൻ സ്ഥലമുണ്ട്. പിന്നെ ബാക്കി ഇപ്പോൾ ഉള്ള കണ്ടീഷനിൽ ലൈസൻസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റാണ്ട്. പിന്നെ നമുക്ക് വാഷ് ബേസ് വേണം. ഇപ്പോൾ ഇരിക്കാത്തത് കൊണ്ട് അതൊന്നും ഇവിടെ ഇല്ല. നമുക്ക് വാഷ് ചെയ്യാനുള്ളൂ, കസ്റ്റമർക്ക് വാഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം.
അതേപോലെ ഒരു ടോയ്ലറ്റ് സെറ്റപ്പ് വേണം. അതൊക്കെയാണ് റെസ്റ്റോറൻറ്റിൻ്റെ ബേസിക്കലി. അതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അതൊക്കെ പാടാക്കിയിട്ട് നമ്മളെ കട നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം. ഇതാണ് നമ്മളെ കട. ചെറിയൊരു ഷട്ടറൊക്കെയാണ് ഇതിൻ്റെ മുന്നിൽ. തുറക്കട്ടെ കേട്ടോ, നേരം കൊണ്ട് തുറക്കാനായിക്കണം. ഇതാണ് നമ്മളെ കട. ഒരു യൂറോപ്പിലെ ഒരു തട്ടിക്കൂട്ടി ചായപ്പീടിയെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ കൂട്ടിക്കോളേ. നാട്ടിലെ ചെറിയ പരിപാടി ഒന്നുമല്ല കേട്ടോ. നമ്മളത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബർഗർ വേണം, ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ബ്ലാക്ക് ഫുഡ്, മറ്റേ ആ ചോര സോസേജ് മാത്രമേ ഇല്ലാത്തുള്ളൂ, അല്ലാത്ത എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മളെ കട. ഇപ്പോൾ ഉള്ള നമ്മളെ കിച്ചൺ ഇതാണ്. ഇത്ര എക്യുപ്മെൻറ്റ്സ് നമ്മളെ കയ്യിലുള്ളൂ. പിന്നെ ഇപ്പം ഇതിന്മേലുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. പക്ഷെ ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊരു ഇത്ര വലിയ മെനു നമുക്ക് ഉണ്ടാക്കി കൊണ്ടുനടക്കാൻ പറ്റും. ഇത് അത്യാവശ്യം നല്ല മെനു ആണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചിക്കൻ വിങ്സ് ഉണ്ട്, അതേപോലെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, അതേപോലെ വേണമെങ്കിൽ ചിക്കൻ ബർഗർ ഉണ്ട്, ബീഫ് ബർഗർ ഉണ്ട്, വെഗൻ ബർഗർ ഉണ്ട്, എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഉണ്ട്. തിക്ക റോളുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ നമുക്ക് ജസ്റ്റ് ഈറ്റ് ഉണ്ട്, യൂബർ ഈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ തുറന്ന് നമ്മൾ ഫസ്റ്റത്തെ കസ്റ്റമർ വന്ന് ഫസ്റ്റത്തെ കച്ചവടം നമ്മൾ ഇട്ടു. അപ്പോൾ അയാൾക്ക് ഒരു 10 മണിയാകുമ്പോഴേക്കുള്ള ഓർഡർ പറഞ്ഞ ആൾ പോയി. അപ്പോൾ നമുക്ക് ഓർഡറായി. അപ്പം ഇനി നമ്മൾ കട ഇന്നത്തെ കാര്യങ്ങൾക്ക് മാറ്റണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ പതുക്കെ വരാം. എന്നിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ ബാക്കി കാര്യങ്ങൾ.